2012-13 കാലഘട്ടത്തിലെ ആ കാലഘട്ടത്തിൽ നിന്നാണ് ഈ വിവാദം തുടങ്ങുന്നത്. അബ്ന ബത്തേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണം ഫാദർ മാത്യു നൂർനാടിന്റെ കീഴിലുള്ള കോലിബി സഖ്യത്തിന്റെ കീഴിലായിരുന്നു. 2013 ആയപ്പോൾ തിരഞ്ഞെടുപ്പിലൂടെ BJP ഭരണം പിടിക്കുന്നു. പിന്നീട് 2014 BJP ഭരണം പിടിച്ചുവിടാൻ BJPയിലെ തന്നെ ഒരു ഡയറക്ടറെ 10 ലക്ഷം കൊടുത്ത് കോൺഗ്രസ് വിലയ്ക്ക് വാങ്ങുന്നു. എന്നിട്ട് അദ്ദേഹം അഴിമതി ആരോപിച്ച് രാജിവെക്കുന്നു. ഇതല്ലേ സംഭവിച്ചത്? ഇപ്പോൾ നിലവിൽ BJP തന്നെയാണ് ഭരിക്കുന്നത്. BJP വിഷയത്തിൽ NM വിജയന്റെ മരണത്തിൽ കാര്യമായി പ്രതികരിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ആ ബാങ്കിന്റെ ഭരണം ഇപ്പോൾ നിങ്ങൾക്കാണ്. അപ്പോൾ അതിൽ നടന്ന കാര്യങ്ങൾ കൂടുതലായി നിങ്ങൾക്കറിയാം. അല്ല അത് ഇപ്പോൾ ഒരു വാദത്തിന് വേണ്ടി ഇപ്പം എനിക്ക് തോന്നുന്നു അത് കണക്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ഞാൻ അതിലേക്ക് വരാം കേട്ടോ. ചോദ്യത്തിനൊന്നും അവിടെയാണ് തുടക്കം എന്നുള്ളതുകൊണ്ടാണ് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വസ്തുത. ഞാൻ വരാം. ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുള്ള NM വിജയനും DCC ട്രഷററും അദ്ദേഹത്തിൻ്റെ മകനും ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായിട്ട് ഓരോരോ വിഷയങ്ങൾ കൃത്യമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ വിഷയത്തിലും ഒരു വിഷയം മാത്രമല്ല, ആത്മഹത്യ ചെയ്തതിൻ്റെ ആ ഘട്ടത്തിൽ ഒരു വിഷയമായിരുന്നു ചർച്ചയ്ക്കെടുത്തു തരുന്നെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് ഇന്നടക്കം വന്നിട്ടുള്ള കത്തിലടക്കം ഓരോ ദിവസവും ഓരോരോ വിഷയങ്ങളാണ് പുറത്തു വരുന്നത്. എല്ലാ ദിവസത്തെ വിഷയത്തിലും IC ബാലകൃഷ്ണൻ്റെ പേര് പരാമർശിക്കുന്നു. IC ബാലകൃഷ്ണൻ ആരാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അദ്ദേഹം ഒരു MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പദവി ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് DCC പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം DCC പ്രസിഡന്റും MLAയും ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ ചുമതലകൾ, അദ്ദേഹത്തിൻ്റെ പദവികൾ അദ്ദേഹം ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം കൂട്ടി വായിക്കേണ്ട പേരുകൾ: മുൻ DCC പ്രസിഡന്റ് ആയിരുന്നിട്ടുള്ള PV ബാലചന്ദ്രൻ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ DCC പ്രസിഡൻ്റായിട്ടുള്ള ND അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ DCC പ്രസിഡന്റുമാരുടെ ഒരു ഘോഷയാത്രയാണ് ഈ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. PV ബാലചന്ദ്രനും മുൻ DCC പ്രസിഡൻ്റായിരുന്നു. മുൻ DCC പ്രസിഡന്റ് PV ബാലചന്ദ്രൻ, മുൻ DCC പ്രസിഡന്റ് ICC ബാലകൃഷ്ണൻ, ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമുന്നതരായിട്ടുള്ള ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ മുഴുവൻ ഈ പ്രതിപട്ടികയിൽ തുടരെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ എന്താണ് നടന്നത് എന്ന് ഈ പേരുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്ന NM വിജയൻ, അദ്ദേഹം DCCയുടെ ട്രഷറർ. മറ്റൊരു പേര് പരാമർശിക്കപ്പെടുന്ന മറ്റൊരു പേര് മുൻ DCC ട്രഷറായിരുന്ന KK ഗോപിനാഥൻ്റെ പേര് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇനി ആരൊക്കെ ബാക്കിയുണ്ട് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ഒട്ടേറെ പേരുകൾ ഇനി പുറത്തു വരാനുണ്ട്, ഒട്ടേറെ വിഷയങ്ങൾ പുറത്തു വരാനുണ്ട്. ആ വിഷയങ്ങളിലെല്ലാം എന്താണ് ഇനി വരാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നുള്ളത് മാത്രമേ. പോലീസിന്റെ അന്വേഷണം ഒരു വശത്ത് നടക്കുന്നു. പ്രശാന്ത് മലവയൽ, ഒരു വശത്ത് പാർട്ടിയുടെ നിലയ്ക്ക് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. അത് പൂർണ്ണ രൂപത്തിലായി കഴിഞ്ഞാൽ അത് വെളിച്ചം കാണുമെന്നാണ് പറയുന്നത്. കോൺഗ്രസ് നേരത്തെ നടത്തിയ ചില അന്വേഷണങ്ങളുടെ റിപ്പോർട്ടുകളൊന്നും പുറത്തേക്ക് കണ്ടിട്ടില്ല. ഇത് പക്ഷേ പുറത്തേക്ക് തരേണ്ടി വരും. പക്ഷേ ഇവിടെ പോലീസും അന്വേഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിലാണോ BJP വിശ്വസിക്കുന്നത്, അതോ കേന്ദ്ര ഏജൻസി വരുമോ? തീർച്ചയായിട്ടും ഞാൻ ഇതിൽ ആദ്യത്തെ ഭാഗം നോക്കൂ. ഇവർ പറഞ്ഞ് പരത്തിയിരുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ IC ബാലകൃഷ്ണൻ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു 4 ദിവസത്തെ ചർച്ച അതായിരുന്നു. IC ബാലകൃഷ്ണനാണ് കേസ് കൊടുക്കാൻ പറഞ്ഞത്. സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തിക്കോട്ടെ, അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ യാതൊരു കളങ്കവുമില്ല എന്ന് KPCC പ്രസിഡന്റ് VD സതീശൻ, MLA തുടങ്ങിയിട്ടുള്ള നേതാക്കൾ മുഴുവൻ പറഞ്ഞിരുന്നു. അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട്, കാരണം IC ബാലകൃഷ്ണൻ്റെ പേര് മാത്രമേ ഉള്ളൂ, അതിൽ ഒപ്പില്ല എന്നുള്ള വാദങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഘട്ടത്തിൽ ചർച്ച പോയത്. അവിടെ ഒരു കള്ളത്തരമുണ്ടായിരുന്നു മാഡം, നമ്മളത് ചർച്ച ചെയ്യാതെ പോകരുത്. ആദ്യത്തെ ദിവസം ഈ കോൺഗ്രസ് നേതാവ് ഇദ്ദേഹം മരണപ്പെട്ട് കിടക്കുമ്പോൾ അവിടേക്ക് ഓടിയെത്തിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ ചെയ്തത് NM വിജയനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടല്ല സ്വീകരിച്ചത്. അതിന് പകരം NM വിജയനെ ഏതെങ്കിലും തരത്തിലുള്ള കത്തെഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയായിരുന്നു അവിടുത്തെ പ്രാദേശിക നേതൃത്വം. കാരണം എല്ലാ പ്രാദേശിക നേതാക്കളും ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ കത്ത് ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ, അങ്ങനെ ഒരു കത്തില്ല, ആ കത്ത് മകനും അല്ലെങ്കിൽ അവരത് മാറ്റിവെച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് ആ വന്നിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടാത്തത് കൊണ്ട് ഇവർ വിശ്വസിച്ചു NM വിജയൻ ഒരു കത്തെഴുതാതെയാണ് മരണപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം മരിച്ചു പോയിട്ടുള്ളത്
കത്തെഴുതി വെക്കാതെയാണ്. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ടാണ് ആ IC ബാലകൃഷ്ണനെയും ഇവിടുത്തെ ND അപ്പച്ചൻ്റെ ഒക്കെ വാദങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് VD സതീശനും രമേശ് ചെന്നിത്തലയും KPCCയുടെ പ്രസിഡന്റ് K സുധാകരനൊക്കെ അങ്ങ് അടിച്ചു വിടുകയായിരുന്നു. ഏത് അന്വേഷണം വേണേൽ പ്രഖ്യാപിച്ചോട്ടെ, ഒരു കുഴപ്പവുമില്ല. നോക്കൂ, കഴിഞ്ഞ 10 ദിവസം ആ കുടുംബം ആ കത്ത് മൂടി വെച്ചു, ആരോടും പറഞ്ഞില്ല. സ്വന്തം അച്ഛൻ പറഞ്ഞത് എഴുതി വെച്ചത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് ആ കത്ത് മൂടി വെച്ചു. ആ കോൺഗ്രസ് പാർട്ടിയെ സംരക്ഷിക്കാൻ ആ കുടുംബമടക്കം നിലപാടെടുത്തു. ആ കഴിഞ്ഞ 10 ദിവസവും ഈ കുടുംബത്തിനെതിരെ ആക്ഷേപം ഉന്നയിക്കുകയായിരുന്നു KPCCയുടെ പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ സകല കോൺഗ്രസ് നേതാക്കൾ, രമേശ് ചെന്നിത്തല അടക്കമുള്ള സകല കോൺഗ്രസ് നേതാക്കളും ഈ പാവപ്പെട്ട പെൺകുട്ടിയെയും അവിടെ ബാക്കിയായിട്ടുള്ള മകനെയും കുറിച്ച് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുകയായിരുന്നു ഇവിടെ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ലേ യാഥാർത്ഥ്യം? 10-ാം ദിവസം കത്ത് പുറത്തു വന്നു. എന്താ സംഭവിച്ചത്? അതിലും IC ബാലകൃഷ്ണൻ്റെ പേര് വ്യക്തമായിട്ട്, ND അപ്പച്ചൻ്റെ പേര് വ്യക്തമായിട്ട്, മുൻ DCC പ്രസിഡന്റ് PV ബാലേന്ദ്രൻ്റെ പേര് വ്യക്തമായിട്ട്, മുൻ DCC ട്രഷറർ KK ഗോപിനാഥൻ്റെ പേര് വ്യക്തമായിട്ട് ഉടനെ നേരെ മലക്കം മറിയുകയാണ്. നേരെ മലക്കം മറിയിട്ട് എന്താ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്. ഞാനിത് മുന്നേ പറഞ്ഞിരുന്നു, IC ബാലകൃഷ്ണനോടക്കം നിങ്ങൾ ആ വിഷയത്തിൽ, ആ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിഷയങ്ങളും പരിഹരിച്ചിട്ടില്ല എങ്കിൽ തൂങ്ങുന്നവൻ മുഴുവൻ തൂങ്ങും, ഞാനതിൽ ഉൾപ്പെടില്ല, ഞാനിത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് കറക്റ്റല്ലേ? നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വാദം കറക്റ്റല്ലേ? വെള്ള പൂശുകയാണോ അല്ലെങ്കിൽ പാർട്ടിയുടെ തണലിലാണോ ഈ കൊള്ളസംഘം എന്നുള്ളത് കറക്റ്റാണ്. KPCCയുടെ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നു, ഞാൻ തൂങ്ങുന്നവർ മുഴുവൻ തൂങ്ങുമെന്ന് പറഞ്ഞാൽ KPCCയുടെ പ്രസിഡന്റിന് അറിയാഞ്ഞിട്ടാണോ? അപ്പോൾ അദ്ദേഹത്തിന് ഇതെല്ലാം അറിയായിരുന്നു. എന്തൊക്കെ നടന്നിട്ടുണ്ട്, NM വിജയന്റെ കത്തിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് സത്യസന്ധമാണ്. നേരത്തെ തന്നെ പരാതികൾ പോയിട്ടുള്ളതാണല്ലോ പ്രശാന്ത് മലവയൽ. ഒരു തവണ പാർട്ടി പരിശോധിച്ച് DCC നൽകിയ റിപ്പോർട്ട് അതേപടി ശരിവെച്ച് അപ്പോൾ എതിർപ്പുണ്ടായിരുന്ന 3 പേർക്കെതിരെ നടപടിയെടുക്കുന്നു. അപ്പോൾ DCC വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് DCCക്കെതിരെ കൂടിയാണ് ആരോപണം എന്നുള്ളത് ശ്രദ്ധിക്കാതെ DCC കൊടുത്ത ലിസ്റ്റ് അനുസരിച്ച് നടപടിയെടുക്കുകയാണ് പാർട്ടി ചെയ്തിട്ടുള്ളത്. ഇനി പാർട്ടി നടപടി പോട്ടെ, അവിടെ പോലീസ് അന്വേഷണം ഉണ്ടായിട്ടുള്ളതാണ്. ഇതൊക്കെ അന്വേഷണങ്ങൾ ഒരു വഴിക്ക് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു മരണത്തിന് ഉത്തരവാദി ആര് എന്ന ചോദ്യത്തിലേക്കാണ് എത്തുന്നത്. അതിൽ പറയുന്ന പേരുകളിൽ ഒരു IC ബാലകൃഷ്ണൻ മാത്രമല്ല ഉള്ളത് എന്നുള്ളതാണ് വിഷയം. BJP ഇതിൽ ഇവിടെ കേരളത്തിൽ നടക്കുന്ന, കേരള സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ തൃപ്തരാണോ എന്നാണ് അറിയേണ്ടത്. അല്ലല്ല, ഒരു സംശയവുമില്ല. ഇവിടുത്തെ അന്വേഷണത്തിൽ യാതൊരു വിധത്തിലുള്ള തൃപ്തിയും നമുക്കിപ്പോൾ കിട്ടുന്നില്ല. നേരത്തെ മേഡം ഉന്നയിച്ചതുപോലെ തന്നെ ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.